Meet the editors. മറുപടി വ്യക്തമോ എന്നതാണ് ചോദ്യം. മറുപടി വ്യക്തമാണോ സുനിൽ? മറുപടി വ്യക്തമായില്ല എന്ന് മാത്രമല്ല, ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊന്നും മറുപടി പറഞ്ഞില്ല എന്നതാണ്. ഇന്ന് വി ഡി സതീശൻ്റെ പ്രസംഗ കസർത്ത് ഏതായാലും ഗംഭീരമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഈ തീരുമാനങ്ങൾ എടുത്തത് എന്ന് മാത്രം വി ഡി സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കിയില്ല. അതായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം എന്നത്. നമുക്ക് ആദ്യം മദ്യത്തിൻ്റെ വിഷയമെടുക്കാം. മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നിശ്ചയിച്ചു. എന്തിനാണ് നികുതി നിശ്ചയിച്ചത്? പറഞ്ഞില്ല. ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പാട്ട കിട്ടി, അത് വെറുതെ അവിടെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കഷത്തെടുത്ത് വെച്ചു എന്ന പോലെയല്ലല്ലോ. ഇങ്ങനെ നികുതി നിശ്ചയിക്കാനായി പരിശോധിച്ചപ്പോൾ അതാ കിടക്കുന്നു നികുതി നിശ്ചയിക്കാത്ത ഒരു ഐറ്റം, എന്നാൽ പിന്നെ അതിന് നികുതി അങ്ങ് നിശ്ചയിച്ചേക്കാം എന്ന രീതിയിലല്ലല്ലോ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നിങ്ങൾ എന്തിനു നികുതി നിശ്ചയിച്ചു എന്ന് മാത്രമല്ല, എന്തിനു നികുതി കുറച്ചു എന്നതാണ് ചോദ്യം. അതായത് 251% നികുതി ഉണ്ടായിരുന്ന സ്പിരിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞതോ കുറയാത്തതോ ആയിട്ടുള്ള മദ്യം, അതാണല്ലോ. സ്പിരിറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യത്തിന് ഒറ്റ നികുതിയാണ് കേരളത്തിലുള്ളത്, അത് 251% നികുതിയാണ്. അപ്പോൾ സ്പിരിറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ആൽക്കഹോൾ മദ്യം അതിന് 250% നികുതി ഉണ്ടായിരുന്നത് നിങ്ങൾ എന്തിന് 120% കുറച്ചു? അത് വീര്യം കുറഞ്ഞതോ ആയിക്കോട്ടെ കുറയാത്തതോ ആയിക്കോട്ടെ, ഏതായാലും വീര്യം കുറഞ്ഞ ഒരു കാറ്റഗറി മുൻ സർക്കാർ നിശ്ചയിച്ചു. അതിനായി നിയമ ഭേദഗതി കൊണ്ടുവന്നു. അങ്ങനെ ഒരു ഐറ്റം അവിടെ കിടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിന് നികുതി നിശ്ചയിച്ചു കൊടുത്തു. അത് നിശ്ചയിച്ചതിൽ കുഴപ്പമില്ല, പക്ഷേ നിശ്ചയിച്ചത് കുറഞ്ഞുപോയി എന്നുള്ളതാണ് പ്രശ്നം. അതിന് എന്ത് ന്യായീകരണമാണ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്? ഒരു ന്യായീകരണവും പറഞ്ഞില്ല. അതിന് കുറേ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി. മുൻ സർക്കാരിൻ്റെ കാലത്ത് ബെക്കാഡിയുടെ അപേക്ഷ വന്നു, ആ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ പറഞ്ഞു. ആ അപേക്ഷയിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനൊരു കാറ്റഗറി നിശ്ചയിച്ച് നൽകാൻ എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. എന്തിന് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ചു? അതിനിന്ന് മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ആർക്ക് വേണ്ടിയാണ് നികുതി കുറച്ചത്, എന്തിനു വേണ്ടിയാണ് നികുതി കുറച്ചത് എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയും ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ്. രണ്ടാമത്തെ വിഷയമാണ് വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് എന്തുകൊണ്ടാണ് കഴിഞ്ഞ LDF സർക്കാർ, അത് തോമസ് ഐസക്കിൻ്റെ കാലത്ത് എന്തുകൊണ്ടാണ് LDF സർക്കാർ നികുതി കുറച്ചത് എന്നൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട്. മുൻകാലം മുതൽ തന്നെ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് നികുതി ഒരു കുറഞ്ഞ നിരക്കിലാണ് പോകുന്നത്. എന്തുകൊണ്ടാണ്? വിദേശ നിർമ്മിത വിദേശ മദ്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അത് വിദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമാണ്. അത് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ 150% കസ്റ്റംസ് തീരുവ ആ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിനുണ്ട്. അതിനു മുകളിൽ പിന്നീട് കേരള സർക്കാർ കേരളത്തിൻ്റെതായിട്ടുള്ള 78% മുതൽ 112% വരെ നികുതി ചുമത്തുന്നുമുണ്ട്. അപ്പോൾ ഈ രണ്ട് നികുതിയും കൂടി ചേർന്നാൽ ഏതാണ്ട് 300%-ഓളം നികുതി വരും. അതാണ് വിദേശ നിർമ്മിത വിദേശ മദ്യത്തിനുള്ള നികുതി. പക്ഷേ അതിൽ 150% ആർക്ക് പോകും? അത് കേന്ദ്ര സർക്കാരിൻ്റെ നികുതിയാണ്. കേരളം പോലെയുള്ളൊരു സ്ഥലം ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ ഇവിടെ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന് ഇനി കേരളം 251% നികുതി ചുമത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അത് വലിയ തുകയായിരിക്കും. അത് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു തുകയായിരിക്കും. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാരുമായി ഇമ്പോർട്ട് ചെയ്യുന്നത് വെബ്കോ ആണ്. അപ്പോൾ കേന്ദ്ര സർക്കാരുമായി അക്കാര്യത്തിൽ ഒരു ധാരണയുള്ളത് കൊണ്ടാണ് ആ നിലയിൽ നികുതി ചുമത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ വസ്തുത അറിയാത്ത അല്ലല്ലോ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിപക്ഷത്തെ നോക്കി മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദിക്കുകയാണ്, ജോണി വാക്കറിൽ നിന്ന് നിങ്ങൾ എത്ര വാങ്ങി? ശിവാശ്രീകളിൽ നിന്ന് നിങ്ങൾ എത്ര വാങ്ങി? അവിടെ എന്തുകൊണ്ടാണ് ഈ വസ്തുതാപരമായ കാര്യം മുഖ്യമന്ത്രി വി ഡി സതീശൻ മറച്ചു വയ്ക്കുന്നത്? അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്നത് ഒരു സ്പിരിറ്റിൽ നിന്നുണ്ടാക്കുന്ന വീര്യം കുറഞ്ഞതോ കുറയാത്തതോ ആയിട്ടുള്ള മദ്യത്തിന് ഒരു കാറ്റഗറി അങ്ങനെ അല്ലാത്തൊരു കാറ്റഗറിയിൽ, അതായത് വീര്യം കുറഞ്ഞ മദ്യം എന്നൊരു കാറ്റഗറി ഉണ്ടായിരുന്നു എന്നിടത്ത് അതിൽ നേരെ ഒരു സ്പിരിറ്റിൽ നിന്നുണ്ടാക്കുന്ന മദ്യത്തെ തിരികെ കയറ്റി ആ മദ്യത്തിന് 250% നികുതി ഉണ്ടായിരുന്നത് 120%-ആയി കുറച്ചു എന്ന കാര്യം. രണ്ടാമത്തേത് വിദേശ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ നികുതി കേരളം കുറച്ച് നിശ്ചയിച്ചു എന്നൊരു തെറ്റായ ആരോപണം കൂടി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. മൂന്നാമത്തെ വിഷയമാണ് ബാർ ഹോട്ടലുമായി ബന്ധപ്പെട്ട് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞ കാര്യം. നോക്കൂ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടക്കകാലത്ത് കേരളത്തിൽ ഏതാണ്ട് 800-ലധികം ബാറുകൾ ഉണ്ടായിരുന്നു. ഏതാണ്ട് 700 മുതൽ 800-ലധികം ബാറുകൾ ഉണ്ടായിരുന്നു.
എന്തുകൊണ്ടാണ് ആ ബാർ ഹോട്ടലുകൾ അന്ന് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്? ഗുണനിലവാരമില്ല ഈ പല ബാർ ഹോട്ടലുകളിലും എന്ന് പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് 416 ബാറുകൾ കേരളത്തിൽ അടച്ചുപൂട്ടിയത്. ഇതേ തുടർന്ന് ഈ ബാർ ഹോട്ടലുകൾ സുപ്രീം കോടതിയിലേക്ക് പോയി. അന്ന് സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ അന്ന് സുപ്രീം കോടതി പറഞ്ഞു ബാറുകൾ നടത്തുക എന്ന് പറയുന്നത് മൗലിക അവകാശമല്ല എന്ന് സുപ്രീം കോടതി അന്ന് വിധിച്ചു. അന്ന് 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രമേ ബാറുകൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്നും തന്നെ ബാറുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേരളം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടൂറിസത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. നമ്മുടെ GDP-യുടെ അതായത് ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് 12 മുതൽ 15% വരുന്നത് ടൂറിസത്തിലൂടെയാണ്. ഏതാണ്ട് 12 മുതൽ 15% എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2022-ൽ 35,000 കോടി രൂപയായിരുന്നു കേരളത്തിന് ടൂറിസത്തിലൂടെ വന്ന വരുമാനം. 2025-ൽ അത് 50,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. 2013-ൽ കേരളത്തിൻ്റെ ടൂറിസത്തിൽ നിന്നുള്ള GDP ശതമാനം നോക്കുമ്പോൾ അത് 12% മുതൽ 15% വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബാറുകൾ അടച്ചുപൂട്ടിയപ്പോൾ ഈ 12-13% എന്നത് നേരെ കുറഞ്ഞ് 7% കുറഞ്ഞു. അതായത് ബാറുകൾ അടച്ചുപൂട്ടിയപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം വരുമാനത്തിൽ കുത്തനെയുള്ള ഇടിവുണ്ടായി. അപ്പോൾ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരാതെയായി. കേരളത്തിൻ്റെ വരുമാനത്തെ ബാധിച്ചു, GDP വരുമാനത്തെ ബാധിച്ചു, കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തെ ബാധിച്ചു. ഈ സാഹചര്യത്തിലാണ് പിന്നീട് വന്ന LDF സർക്കാർ ഈ ബാറുകൾ തുറക്കാനുള്ള തീരുമാനമെടുത്തത്. നോക്കൂ, ഈ ബാറുകൾ അടച്ചുപൂട്ടിയപ്പോൾ കേരളത്തിനുണ്ടായ സാഹചര്യം എന്താണ്? സാമൂഹിക അന്തരീക്ഷത്തിൽ എന്താണ് പ്രശ്നമുണ്ടായത്? ഇന്ന് ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു ആക്ഷൻ, ഒരു നടപടി ഇന്നത്തെ UDF സർക്കാരിന് ഇവിടെ തുടങ്ങേണ്ടി വന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ ബാറുകളൊക്കെ അടച്ചുപൂട്ടിയപ്പോൾ മദ്യപാനത്തിൽ നിന്ന് നേരെ ആളുകൾ പോയത് എവിടേക്കാണ്? മയക്കുമരുന്നിലേക്കാണ്, മറ്റ് ലഹരി പദാർത്ഥങ്ങളിലേക്കാണ്. അത് വലിയൊരു സാമൂഹ്യ വിപത്തായി മാറി. 10 വർഷമായിട്ടുണ്ട്. പക്ഷേ കാലത്താണ് മയക്കുമരുന്ന് വല്ലാതെ ഉപയോഗം കൂടിയിരിക്കുന്നത്. അതാണ് പറഞ്ഞത്. അതിന്റെ തുടക്കം ഉണ്ടായത് ഈ ബാറുകൾ അടച്ചുപൂട്ടിയ കാലത്താണ്. അത് കൃത്യമായി പഠിക്കാതെ, കൃത്യമായി മാർക്കറ്റ് സ്റ്റഡി നടത്താതെ, കൃത്യമായി ഫീൽഡ് സ്റ്റഡി നടത്താതെ ഒരു തീരുമാനമെടുത്തു. ഒറ്റയടിക്ക് ബാറുകൾ അടച്ചുപൂട്ടി. അവിടെ ശാസ്ത്രീയമായ പഠനമുണ്ടായില്ലെന്ന് കേരളത്തിലെ സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ വഞ്ചനയായിരുന്നു. ബാറുകൾ പൂട്ടിയതല്ല, ആ ബാറുകൾ പൂട്ടുമ്പോൾ അതുണ്ടാക്കാവുന്ന സാമൂഹ്യ വിപത്ത് എന്താണ് എന്ന് അന്ന് കൃത്യമായി പഠിച്ചില്ല. 1996-ൽ ഇത് തന്നെയാണ് AK ആന്റണി ചെയ്തത്. 1996-ൽ കേരളത്തിൽ ചാരായ നിരോധനം നടപ്പാക്കിയപ്പോൾ അന്ന് 5800-ലധികം ചാരായ ഷാപ്പുകൾ അടച്ചുപൂട്ടി. എത്ര ആയിരക്കണക്കിന്, 10,000-കണക്കിന് തൊഴിലാളികളുടെ ജീവിതമാണ് ഇല്ലാതായത്. അവരുടെ ജീവിതം വഴിമുട്ടി എന്ന് മാത്രമല്ല, അന്ന് ഉണ്ടാക്കിയ സാമൂഹ്യ വിപത്ത് ചെറുതായിരുന്നില്ല. അപ്പോൾ അതിന് സമാനമായ രീതിയിലുള്ള മറ്റൊരു വിപത്തായി ഈ ബാറുകൾ അടച്ചുപൂട്ടിയ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ടൂറിസം വരുമാനത്തിലെ ഉണ്ടായ ഇടിവ് മാത്രമല്ല, സാമൂഹ്യ രംഗത്തും അത് വലിയ ആഘാതമുണ്ടാക്കി എന്ന് കാണണം. അപ്പോൾ ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ചു എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതറിയാത്ത ആളല്ലോ മുഖ്യമന്ത്രി VD സതീശൻ. അപ്പോൾ നോക്കൂ, കൃത്യമായി പറഞ്ഞാൽ വസ്തുതാ വിരുദ്ധമായ കാര്യമാണ്. ഇനി PMശ്രീയുടെ കാര്യം നമ്മൾ എടുത്തു നോക്കൂ. PMശ്രീയുമായി ബന്ധപ്പെട്ട് എന്താണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പറഞ്ഞത്? ഇന്ന് വലിയ ഏറ്റുമുട്ടലാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നിയമസഭയിൽ കണ്ടത്. അതിനിടയിൽ മുഖ്യമന്ത്രി VD സതീശൻ പറയുകയാണ്, PMശ്രീ നടപ്പാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി VD സതീശൻ പറയുകയാണ്, PMശ്രീ നടപ്പാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഈ ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമുണ്ട്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, "We are forced to continue that project, but on one condition, that we don't allow the central government to intervene in the curriculum framework and we don't allow them to select the schools." ആദ്യത്തെ വരി എന്താണ്? "We are forced to continue that project, but on one condition." എന്താ അതിൻ്റെ അർത്ഥം? ഒരു ഉപാധി പ്രകാരം, ഒരു കണ്ടീഷൻ പ്രകാരം ഞങ്ങൾ ഇത് നടപ്പാക്കാൻ നിർബന്ധിതന്നു എന്ന് വെച്ചാൽ നടപ്പാക്കാൻ പോകുന്നു. അപ്പോൾ നടപ്പാക്കാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പറയാണ്, ഞങ്ങളിത് എപ്പോൾ നടപ്പാക്കുമെന്ന് പറഞ്ഞെന്നാണ്. ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ്. പിൻവാങ്ങിയെന്ന് പറഞ്ഞോ? ആര് പിൻവാങ്ങിയെന്ന്? അല്ല, VD സതീശൻ സർക്കാർ പിൻവാങ്ങി എന്ന് പറഞ്ഞിട്ടില്ല. അത് നടപ്പാക്കും എന്നുള്ള സൂചന തന്നെയാണ് നൽകിയത്. പക്ഷെ അദ്ദേഹം ഇന്ന് പറഞ്ഞു, ഞങ്ങൾ PMശ്രീ നടപ്പാക്കുമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്.
നിയമസഭയ്ക്കുള്ളിലാണ് ചോദിക്കുന്നത്. ഈ നിയമസഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെയാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാൻ നിർബന്ധിതമായിരിക്കുകയാണ്, ഞങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഏത് 2 കണ്ടീഷൻ അംഗീകരിച്ചാൽ. ഏതാ 2 കണ്ടീഷൻ? ഒന്ന്, കരിക്കുലത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാൻ പാടില്ല. 2, സ്കൂളുകൾ സംസ്ഥാനം സെലക്ട് ചെയ്യും. ഈ 2ഉം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി കൃത്യമായി കേരളത്തോട് പറഞ്ഞതാണ്. കരിക്കുലം കേരളത്തിന് സെലക്ട് ചെയ്യാം, നിങ്ങൾ ഈ പദ്ധതി തുടങ്ങിയാൽ മാത്രം മതി, നിങ്ങൾ സ്കൂളുകൾ നിങ്ങൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് അല്ലേ? ഈ പോർട്ടലിൽ ആരാ സ്കൂളുകൾ അപ്ലോഡ് ചെയ്യേണ്ടത്? അത് കേരളമാണ്. കേരളം സ്കൂളുകൾ സെലക്ട് ചെയ്യണം, പോർട്ടലുകൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യങ്ങളും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതാണ്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി വയ്ക്കുന്നു, പുതിയ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിനാണ്? ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം. അപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണം. അതെങ്ങനെയാണ് പോകുന്നത്? മുൻ സർക്കാരിൻ്റെ തലയിൽ ചാരിക്കൊണ്ട്. അപ്പോൾ നോക്കൂ, ഈ മദ്യത്തിൻ്റെ, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ക്ലാരിഫിക്കേഷൻ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയിട്ടില്ല. 2, PMCയുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ കാര്യം അതേപോലെ വിഴുങ്ങി. ഈ 2 വിഷയത്തിലും പൊതുവികാരം, പാർട്ടിക്കുള്ളിൽ നിന്നുള്ള എതിർപ്പ്, മുന്നണിയിൽ നിന്നുണ്ടായ എതിർപ്പ്, ഇതിലെല്ലാം വി ഡി സതീശൻ ഒറ്റപ്പെട്ടുപോയി. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വലിയൊരു ടേൺ അടിക്കലാണ് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞത്? ഇന്ന് മദ്യത്തിൻ്റെ കാര്യത്തിൽ UDF വിടുന്നു. UDF ഇക്കാര്യം ചർച്ച ചെയ്യും. UDF തീരുമാനിച്ചാൽ ഇനി ഇത് നടപ്പാക്കണ്ടെന്ന് തീരുമാനിച്ചാൽ ഞങ്ങൾ നടപ്പാക്കില്ല. അപ്പോൾ നേരത്തെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി വി ഡി സതീശന് ഇത് തോന്നാതിരുന്നത്? ഇത് UDF എല്ലാവരോടും ചർച്ച ചെയ്യണം. നോക്കും, മദ്യത്തിൻ്റെ നികുതി നിശ്ചയിക്കുന്നതും നികുതി കുറയ്ക്കുന്നതുമൊക്കെ തന്നെ മദ്യം നയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അങ്ങനെ അല്ലാതെ തീരുമാനിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയാണ് ബജറ്റിന് തൊട്ട് മുൻപാണ് ടാക്സ് നിശ്ചയിക്കുന്നതെന്ന്. തലേ ദിവസമാണ് ടാക്സ് നിശ്ചയിക്കുന്നതെന്ന്. എങ്ങനെയാണ് ഇതിൻ്റെ ഫയൽ നീങ്ങിയതെന്ന് ഇന്നലെ വളരെ കൃത്യമായി ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതാണല്ലോ. സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം നാൾ ഫയൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ടേബിളിലേക്ക് വിളിപ്പിക്കുകയാണ്. ഏത്? ബെക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന മദ്യ കമ്പനി കഴിഞ്ഞ 2023 സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുള്ള അപേക്ഷ, അത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം നാൾ അദ്ദേഹത്തിൻ്റെ ടേബിളിലേക്ക് എത്തുകയാണ്. പിന്നീട് ആ ഫയൽ ജൂൺ 15-ാം തീയതി അന്തിമ തീരുമാനമാകുന്നു. ജൂൺ 16-ാം തീയതി അതിൽ നികുതി നിശ്ചയിക്കുന്നു. നികുതി നിശ്ചയിക്കുകയല്ല, അത് നികുതി കുറയ്ക്കുന്നു. സ്പിരിറ്റിൽ നിന്നുണ്ടാക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി 251% നിന്ന് 120% കുറച്ചു കൊടുക്കുന്നു. അത് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു. അതെങ്ങനെയാണ് സംഭവിച്ചത്? അപ്പോൾ ഇവിടെ ഇത് ആർക്ക് വേണ്ടി തീരുമാനിച്ചു, എന്തിനു വേണ്ടി തീരുമാനിച്ചു എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. മദ്യത്തിൻ്റെ ഈ ഒരു നികുതി കുറച്ച തീരുമാനം തീർച്ചയായും അതിന് പിന്നിൽ ഒരുപാട് സംശയങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ബാക്കി നിൽക്കുന്നു. അതുകൊണ്ട് തൃപ്തികരമായ ഒരു മറുപടി നിയമസഭയിൽ ഈ വിഷയത്തിൽ നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് എൻ്റെ മറുപടി. ശരി, മറുപടി വ്യക്തമാണോ മാധു? ഇന്ന് സർക്കാർ പിൻവാങ്ങലിൻ്റെ സൂചനകൾ നൽകി. അതാണ് മറുപടി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർക്കാർ ഇന്ന് പിൻവാങ്ങലിൻ്റെ സൂചനകൾ നൽകിയ 3 വിഷയങ്ങളിൽ കടുത്ത വിമർശനം ഉന്നയിച്ചവരാണ് നമ്മളെല്ലാവരും. അതിൽ ഈ LDF കാലത്തെയും UDF കാലത്തെയും താരതമ്യങ്ങളിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത് എന്ന് തോന്നുന്നു. ഈ 3 വിഷയങ്ങളിലും സർക്കാർ പിന്മാറണം എന്നുള്ളത് തന്നെയാണ് പൊതു അഭിപ്രായമായി വന്നിരുന്നത്. അതിലെ രാഷ്ട്രീയമായ ചില വാഗ്വാദങ്ങൾ മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നത് ആത്യന്തികമായി എന്തിനാണ്? അതിലൊരു പിൻവാങ്ങൽ ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്. തെറ്റ് എന്ന് തോന്നുന്നിടത്ത് തിരുത്തൽ ഉണ്ടാകാൻ വേണ്ടിയാണ് ആരോഗ്യകരമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് സർക്കാർ അതിൻ്റെ സൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ ഞാനതിനെ ഒരു പരിധിവരെ പോസിറ്റീവായി കാണുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ അതിൽ എത്രത്തോളം ജെനുവിനാണ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലെ ചോദ്യം എന്ന് പറയുന്നത്. ഇതിലെ തർക്കമുണ്ടായിരുന്നത് CPM-ഉമായുള്ള താരതമ്യത്തിൽ എന്ന് പറയുന്നു. ഇപ്പോൾ നോക്കൂ, ഈ നികുതി നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും പറയുന്നത് ഇടതുപക്ഷമാണ്. അത് MV ഗോവിന്ദൻ്റെ കാലത്താണ് അത്തരത്തിലുള്ള ഇടപാടുകൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ആ ഇടപാടുകളിൽ എന്താണ് പ്രശ്നം എന്ന കാര്യം പറയുന്നില്ല. ഇനി നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ തന്നെ എന്തിനാണ് ടാക്സ് കുറച്ചത്? ടാക്സ് നിശ്ചയിക്കുക എന്ന് പറയുന്ന ഒരു സാങ്കേതിക പദമാണ്. ടാക്സ് നിശ്ചയിച്ചോളൂ, 251% തന്നെയാണ് ടാക്സ് എങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടാകുമായിരുന്നു? ഇല്ല. അപ്പോൾ അതിൽ ടാക്സ് കുറയ്ക്കാനുള്ളൊരു തീരുമാനം എടുത്തതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നവും വിവാദവും എന്നു കണ്ടാൽ അതിലാണ് മറുപടി പറയേണ്ടത്. ഇനി അത് ബജറ്റ് ചർച്ചയിൽ പറയണമോ എന്നൊരു കാര്യം. ബജറ്റ് ചർച്ചയിൽ നേരത്തെ ഇപ്പോൾ നോക്കൂ, ഇന്നലെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു അതിലൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ബജറ്റ് ചർച്ചയിൽ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ബജറ്റ് ചർച്ചയിൽ എന്തിനാണ് ടാക്സ് എന്നൊരു കാര്യത്തിന് ഇടമുണ്ടോ എന്നുള്ളതും ചോദിക്കേണ്ടതാണ്.
അതൊരു രാഷ്ട്രീയ ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ടാക്സ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ബജറ്റിൽ ഒരു സർക്കാർ ചെയ്യേണ്ടത്, അത് ചെയ്തിരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ ആരോപണങ്ങളാണ്. രാഷ്ട്രീയമായ താല്പര്യമുണ്ടോ, സാമ്പത്തികമായി എന്തെങ്കിലും തരത്തിലുള്ള താല്പര്യമുണ്ടോ എന്നുള്ളത് സ്വാഭാവികമായും ഉന്നയിക്കപ്പെടും. ഇപ്പോൾ കെ മാണി ബജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ എന്തിനാണ് എതിർത്തത്? ആ ബജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല, കാരണം ബജറ്റുമായി ബന്ധപ്പെട്ട ആരോപണമുണ്ട് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അത് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് LDF വലിയ വിമർശനം ഉന്നയിച്ചത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ പ്രതിപക്ഷം ഈ കാര്യത്തിലും ആരോപണം ഉന്നയിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബജറ്റിൽ ടാക്സ് കുറച്ചു കൊടുത്തത് സാമ്പത്തികമായ താല്പര്യം കൊണ്ടാണ് എന്നും എത്ര കിട്ടിയെന്ന് മുഖ്യമന്ത്രി കൂടിയായ ധനമന്ത്രി മറുപടി പറയണം എന്നുള്ളതുമാണ് ചോദ്യം. അപ്പോൾ അതിൽ ആരോപണം ഉന്നയിക്കും, പക്ഷേ അത് ബജറ്റ് ചർച്ചയിൽ പറയണമോ വേണ്ടയോ എന്ന കാര്യം നിശ്ചയിക്കേണ്ടതുമാണ്. അവിടെ പക്ഷേ എന്തിനാണ് കുറച്ചു കൊടുത്തത് എന്ന കാര്യം മുഖ്യമന്ത്രി പറയുന്നില്ല. ഇത് LDFന്റെ കാലത്ത് തീരുമാനിച്ചതാണ് എന്ന ആരോപണം അങ്ങനെ തന്നെ വെക്കുന്നു. ഈ കാര്യത്തിൽ ഇനിയിപ്പം ഞങ്ങൾ നാളെ വിൽക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇതാണ് ടാക്സ്. വിൽക്കാനുള്ള രാഷ്ട്രീയ തീരുമാനം UDF എടുത്തില്ല എങ്കിൽ അവിടെ വിൽപ്പനയുടെ കാര്യം ഉദിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് എന്താണ് ചെയ്യുന്നത്? UDFന്റെ തീരുമാനത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. എവിടെയായിരുന്നു സാർ ഈ UDF ഇത്രയും കാലം? എവിടെയായിരുന്നു? ഇപ്പൊ UDF ആണ് ഈ കാര്യത്തിൽ ആത്യന്തികമായ തീരുമാനം എടുക്കേണ്ടതെങ്കിൽ ആ UDFൽ ചർച്ച ചെയ്തതിന് ശേഷം മതിയായിരുന്നു എന്നുള്ളത്. ഈ വിഷയത്തിൽ നമ്മൾ 3 ദിവസം ചർച്ച ചെയ്തു. 3 ദിവസവും ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ബജറ്റിൽ എന്തിന് ഇത്ര തിടുക്കപ്പെട്ട്, എന്തിന് ഇത് പഠിച്ചില്ല എങ്കിൽ, എന്തിന് നയപരമായ തീരുമാനം എടുത്തില്ല എങ്കിൽ, എന്തിന് ടാക്സിൽ നഷ്ടമുണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യം പഠിച്ചില്ലെങ്കിൽ എന്തിന് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണം എന്നുള്ളതായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അതൊന്നും ചെയ്യാതെ എന്തിനാണ് ആദ്യത്തെ ബജറ്റിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇനി ഇത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ആലോചിച്ച് വെക്കണം. അതിലൊരു ഘടകവിരുദ്ധത എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന വിമർശനം ഉന്നയിച്ചവരാണ് നമ്മൾ. പിൻവാങ്ങുകയാണെങ്കിൽ അത് പോസിറ്റീവായി കാണുന്നു. പക്ഷേ സഭയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം ജെനുവിനാണ് എന്നതാണ് ചോദ്യം. ഇപ്പോൾ VD സതീശൻ ഇവിടെ അദ്ദേഹം ഡൽഹിയിൽ വെച്ച് ഡൽഹിക്ക് പോകുന്ന സമയത്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ ED റെയ്ഡ് ഉണ്ടാകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് മറുപടി പറയാൻ അതിന് മറുപടി പറയാതിരുന്നപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ആ വിഷയം പഠിച്ചിട്ടേ അദ്ദേഹം അതിന് മറുപടി പറയുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. അപ്പോൾ പഠിച്ചിട്ട് മാത്രം ചെയ്യുന്ന ഒരാളാണ് താനെന്ന് എപ്പോഴും പറയുന്ന VD സതീശൻ ബജറ്റുമായി ബന്ധപ്പെട്ടൊരു സുപ്രധാനമായ തീരുമാനമെടുക്കുമ്പോൾ അതിൽ ആവശ്യമായ പഠനമോ ചർച്ചകളോ നടത്തണ്ടേ? അത് നടത്താതെ ആ ബജറ്റിൽ അത് ഉൾപ്പെടുത്തിയത് എന്തിനാണെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. താൻ അവതരിപ്പിച്ച ബജറ്റിലാണ് എന്നതുകൂടി ആലോചിക്കണം. കേരളത്തിന്റെ സാമ്പത്തിക വശവുമായി ബന്ധപ്പെട്ടോ എവിടെ നിന്നൊക്കെ നികുതി ജനറേറ്റ് ചെയ്യാമെന്ന കാര്യത്തിലോ അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. എപ്പോൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഓരോ ബജറ്റുകളെയും ഇഴകീറി പരിശോധിക്കാനും നിശിതമായ വിമർശനം ഉന്നയിക്കാനും ആരാണ് പ്രതിപക്ഷത്തെ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒരു മറുപടി ഉണ്ടായിരുന്നുള്ളൂ, അത് VD സതീശൻ എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ പഠിച്ചില്ല എന്ന് പറയുന്ന കാര്യം നമുക്ക് തന്നെ സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെയാണ് ഫയൽ നീങ്ങേണ്ടതെന്ന്. അങ്ങനെയാണ് സർ ഫയൽ നീങ്ങേണ്ടത്. അതിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു കോമഡി നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. എന്താണ്? നിപ്പയുടെ റിസൾട്ട് വരുന്ന സമയമാണ്. നിപ്പയുടെ റിസൾട്ട് വരുന്നു. ആ റിസൾട്ട് ഉദ്യോഗസ്ഥർ കൃത്യമായി മാധ്യമങ്ങളോട് പറയുന്നു, മന്ത്രി റിസൾട്ട് വരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ഇത് ധനവകുപ്പിലെ ഫയലുകൾ നീങ്ങുന്നതും ധനവകുപ്പിലെ തീരുമാനങ്ങൾ വരുന്നതും ധനവകുപ്പിലെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതും മാത്രമാണോ ഒരു സർക്കാരിൻ്റെ കാര്യം? അല്ല, അത് കൂട്ടുത്തരവാദിത്വത്തോടു കൂടി എല്ലാ വകുപ്പുകൾക്കും ബാധകമാണ്. ഈ കാലതാമസം ഇവിടെ ഉണ്ടാകുന്നു. രാത്രി ഇരുന്ന് ഫയൽ നോക്കുകയും രാവിലെ അതിൽ തുടർ നടപടി ഉണ്ടാവുകയും പിന്നീട് മിനിറ്റുകൾ വെച്ച് മാറുകയും ചെയ്യുന്ന കാര്യം നമ്മളാണ് ആ വാർത്ത പുറത്തുവിട്ടത്. നിയമസഭയിലടക്കം അതാണ് ചർച്ച ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിന് ആ ചോദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം പറയുന്നത് ഫയലുകൾ അങ്ങനെ നീങ്ങണം എന്നുള്ളതായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, ആ ഫയൽ നീങ്ങാനുള്ള കാരണം, ആ ഫയൽ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? സർക്കാർ ഇനി അതല്ലാതെ ബജറ്റിലൊരു പ്രഖ്യാപനം നടത്തട്ടെ. നമ്മൾ ഈ ലോ ആൽക്കഹോൾ ലിക്കുറുമായി ബന്ധപ്പെട്ട് ഒരു നികുതി ഇളവോ അല്ലെങ്കിൽ നികുതി മാറ്റവുമായി ബന്ധപ്പെട്ട പരിഗണന ഉണ്ടാകുമെന്ന് പറഞ്ഞ് പിന്നീട് അത് പഠിച്ച് അവതരിപ്പിക്കാമല്ലോ. അങ്ങനെയും ബജറ്റിൽ പറയാമല്ലോ. അതിലൂടെ നികുതി എത്ര സമാഹരിക്കാൻ കഴിയും, എത്ര നികുതി കുറച്ചു കൊടുത്താൽ വിപണി മെച്ചപ്പെടുത്താൻ കഴിയും എന്നത് സംബന്ധിച്ച് പഠിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് എത്ര കാര്യത്തിൽ ഈ ബജറ്റിൽ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുമല്ല ഉണ്ടാകുന്നത്. കൃത്യമായി ടാക്സ് ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു പഠനം നടന്നിട്ടുണ്ട്. ഇനി LDFന്റെ കാലത്ത് മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ നികുതി നിശ്ചയിക്കണമെന്നൊരു തീരുമാനം LDFന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നികുതി നിശ്ചയിക്കണമെന്ന് GST കമ്മീഷണറുമായിട്ടടക്കം ചർച്ചകളും നടന്നിട്ടുണ്ട്. എന്തിനാണ് നികുതി നിശ്ചയിക്കുന്നത്? നികുതി നിശ്ചയിക്കുന്നത് എന്തിനാ നിശ്ചയിക്കുന്നത്? വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ?
അല്ല, നികുതി നിശ്ചയിക്കണം എന്നൊരു ചർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരുന്നു. അന്ന് പക്ഷെ വലിയ വിവാദം ഉണ്ടാകും എന്നൊരു പേടി അന്നത്തെ സർക്കാരിനുണ്ടായിരുന്നു. മാത്രമല്ല, എലപ്പുള്ളിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലമുണ്ട്. വീണ്ടും മദ്യവുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തിനോ അതുമായി ബന്ധപ്പെട്ട് ഈ തരത്തിലുള്ള താല്പര്യ ആരോപണങ്ങളോടോ LDFന് അന്നൊരു താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, അതൊരു ഇലക്ഷൻ കാലത്തോട് അടുത്ത് നിൽക്കുന്ന സമയമാണ്. അന്ന് അത്തരമൊരു നടപടിയിലേക്ക് പോയാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ചെന്നുപെടും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫോറിൻ എക്സൈസ് പോളിസിയുമായി ബന്ധപ്പെട്ട് അമെൻമെന്റിലടക്കം ശുപാർശ ചെയ്തുകൊണ്ട് എക്സ്പ്ലനേറ്ററി നോട്ട് ഞാൻ ഇന്നലെയും മീഡിയത്തിൽ വായിച്ചതാണ്. ആ കാര്യങ്ങളിലടക്കം ഒരു പരിഷ്കരണത്തിന് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് LDF ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് മുൻ മുഖ്യമന്ത്രി PM ശ്രീയിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ് LDFന് ഇപ്പോഴും പറയാനുള്ളത്. എന്താണ്? ഞങ്ങളത് നടപ്പിലാക്കിയിട്ടില്ല. ശരിയാണ്, നടപ്പിലാക്കിയിട്ടില്ല. ബക്കാടി കമ്പനിയുടെ അടക്കം ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം നിയമസഭയിൽ വരുമ്പോൾ സ്വാഭാവികമായും അപകടം മണക്കും. അതിന് മറുപടി കൊടുത്തു. ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ടാക്സ് പുനഃക്രമീകരിച്ചു കൊടുത്തോ? ഇല്ല. അപ്പോൾ പുനഃക്രമീകരിച്ചു കൊടുത്തിട്ടില്ല എന്നും അപേക്ഷ വന്നിട്ടുണ്ട് എന്നും സർക്കാർ നിയമസഭയിൽ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ സാന്റോ സാർ ചോദിച്ചല്ലോ എങ്ങനെയാണ് ബക്കാടി കമ്പനി അപേക്ഷ കൊടുത്തു എന്ന് പ്രതിപക്ഷം പറഞ്ഞതെന്ന് നിയമസഭാ രേഖയുണ്ട്. നിയമസഭയിൽ ഈ കാര്യം ചോദിക്കുകയും നിയമസഭയിൽ ആ മറുപടി പറയുകയും ചെയ്തു. അത് മറുപടി പറഞ്ഞതിന് ശേഷം പ്രതിപക്ഷം അതിനുശേഷം VD സതീശൻ പുറത്തുനിന്ന് ചോദിക്കുകയാണ്, പുറത്തുനിന്ന് ഈ ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത് നോക്കിപ്പം സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് ഇങ്ങനെ ഒരു ഫയൽ മൂവ്മെന്റും എന്തെങ്കിലും തരത്തിലുള്ള നടപടികളും സർക്കാർ തലത്തിലോ ഉദ്യോഗസ്ഥ തലത്തിലോ ഉണ്ടായി അറിയാതിരിക്കാൻ പറ്റുമോ? അറിയും. അതിനുകൂടിയാണ് പ്രതിപക്ഷത്ത് സർവീസ് സംഘടനകളും മറ്റുമുള്ളത്. ഈ കാര്യങ്ങൾ നയപരമായ തീരുമാനങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ അറിയും. LDF ഇപ്പം അറിയുന്നില്ലേ? LDF അറിയുന്നില്ലേ? ഈ ഫയൽ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ അറിഞ്ഞില്ലേ? നമ്മൾ എങ്ങനെ അറിഞ്ഞു? നമ്മുടെ സോഴ്സിൽ നിന്നാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് അടച്ചു കെട്ടിയിട്ട സെക്രട്ടേറിയറ്റിലേക്ക് ഇത്തരം ആക്സസ് ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിനുണ്ടാവില്ലേ? ഓപ്പൺ ഡോക്യുമെന്റ് ആണ്. ഇവരൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ഇടങ്ങളല്ലേ നോക്കൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാം തന്നെ പറഞ്ഞല്ലോ, ഇതുപോലെ നീങ്ങി എത്ര ഫയലുകൾ ഉണ്ടാകുമെന്നുള്ളത്. കൃത്യമായ ആ വിഷയം ചൂണ്ടിക്കാണിക്കണമെങ്കിൽ അതിൽ കൃത്യമായ വിസിൽ ബ്ലോവേഴ്സ് ഉണ്ടാകും. അങ്ങനെയാണ് ആ വിവരങ്ങൾ പുറത്തു വരികയും പ്രതിപക്ഷം അത് ചോദിക്കുകയും ചെയ്തത്. നിയമസഭാ രേഖയടക്കം പുറത്തു വന്ന ഒരു കാര്യത്തിൽ പിന്നീട് അനുകൂലമായ ഒരു തീരുമാനം അന്ന് LDF എടുത്തിരുന്നെങ്കിൽ എത്ര വലിയ വിവാദം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അത് വേണ്ടതില്ല എന്ന് LDF തീരുമാനിച്ചു. മാത്രമല്ല, അങ്ങനെ ഒരു കുത്തക കമ്പനിക്ക് വാതിൽ തുറന്നു കൊടുത്തത് LDF സർക്കാരാണ് എന്ന് വരും കാലത്ത് ഇതുപോലെ രാഷ്ട്രീയ ആരോപണം ഉണ്ടാകേണ്ടതില്ല എന്ന് LDF തീരുമാനിച്ചു എന്നത് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ടും ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞു എവിടെയെങ്കിലും ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചോ? നടപ്പിലാക്കില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയാണ് ഇത്. കോൺഗ്രസ് പറഞ്ഞൊരു പദ്ധതിയാണ്. നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ ഉപസമിതി രൂപീകരിക്കുന്ന സമയത്ത് പിന്നീട് KM ഷാജി അടക്കമുള്ളവർ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇതിന്റെ സാധ്യത പരിശോധിക്കും. എന്തിന്? പിൻവാങ്ങുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. അതിനു പകരം ഞങ്ങൾ 2 കണ്ടീഷന്റെ പേരിൽ നടപ്പിലാക്കാൻ നിർബന്ധിതരാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. നേരത്തെ PR സുനിൽ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങൾ ഈ 2 സാധ്യതകൾ കരിക്കുലവുമായി ബന്ധപ്പെട്ടും സ്കൂളിന്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ ഈ 2 സാധ്യതകൾ പരിശോധിക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു ജെനുവിൻ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? PM ശ്രീയിൽ സ്കൂൾ സെലക്ട് ചെയ്യേണ്ടത് കേരളം തന്നെയാണ്. അതിലൊരു തർക്കം ഇവിടെ നിലനിൽക്കുന്നില്ല. പോർട്ടൽ ഓപ്പൺ ചെയ്യുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. ആ ഓപ്പൺ ചെയ്ത പോർട്ടലിലേക്ക് സ്കൂളുകൾ സെലക്ട് ചെയ്യേണ്ടത് കേരളം തന്നെ അല്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു വലിയ കണ്ടീഷനായി ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നൊരു അവകാശവാദം ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന NDPയുടെ പോളിസിയിൽ തന്നെ ഓരോ സംസ്ഥാന സർക്കാരിനും അവരവരുടെ ഫ്ലേവേഴ്സ് അനുസരിച്ച് തന്നെ കരിക്കുലം തീരുമാനിക്കാമെന്നും ടെക്സ്റ്റ് ബുക്ക് തീരുമാനിക്കാമെന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളതൊരു ഉപാധിയായി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് പറയുന്നത്? അപ്പോൾ PM ശ്രീ ഞങ്ങൾ നടപ്പിലാക്കാൻ നിർബന്ധിതരാണ് എന്ന് പറഞ്ഞാൽ മതി. ഞങ്ങളത് നടപ്പിലാക്കാൻ ആലോചിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇന്നിപ്പോൾ പിന്നാക്കം പോയിരിക്കുന്നത് ഈ സമ്മർദ്ദങ്ങളുടെ പേരിൽ തന്നെയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, വിമർശനങ്ങൾ പ്രതിപക്ഷത്തു നിന്നാണ് എങ്കിലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റിടങ്ങളിൽ നിന്നാണെങ്കിലും ഉണ്ടായത് തിരുത്താൻ വേണ്ടി തന്നെയാണ്. അത് തിരുത്തുന്നത് നല്ലതാണ്. തിരുത്തി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്കും പറയാനുള്ളത്. ശരി, മറുപടി വ്യക്തമാകുന്ന ചോദ്യത്തിന് സഭയിൽ പ്രതിപക്ഷത്തിനുള്ള മറുപടികൾ വ്യക്തമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. ഒന്ന്, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കൽ, അടുത്തത് PM ശ്രീ, അടുത്തത് ഖനനം. ഈ 3 കാര്യങ്ങൾക്കും പ്രതിപക്ഷം എങ്ങനെയാണോ ഉന്നയിച്ചത് അതിന് മറുപടി പറയുന്നു എന്നുള്ളതാണ്. അതായത് ഭരണത്തിലിരിക്കുമ്പോൾ ഈ ആദർശമോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ഭാരമോ ഒന്നുമില്ല. പക്ഷേ പ്രതിപക്ഷത്തേക്കാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെയൊക്കെ ഒരു വൈറസ് ബാധ പോലെ അതങ്ങ് ബാധിച്ച പോലെ പിന്നീട് പ്രതികരണങ്ങൾ വരികയാണ്, പ്രതിഷേധങ്ങൾ വരികയാണ്, തെരുവിലേക്ക് യുവജന സംഘടനകളെ ഇറക്കുകയാണ്. ആ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു 1-ാം മാസത്തിൽ തന്നെ. സർക്കാർ അധികാരത്തിലെത്തി 1-ാം മാസത്തിൽ തന്നെ എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ തങ്ങൾ ചെയ്തിരുന്നത്, അപ്പോൾ അതിന്
മറുപടി പറയാൻ പറ്റാതെ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം തന്നെ ദുർബലമാകും എന്നുള്ളതാണ്. PM ശ്രീയിലേക്ക് വരികയാണെങ്കിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. PM ശ്രീയിൽ എന്തിനൊപ്പിട്ടു എന്ന് ചോദിക്കുമ്പോൾ ഈ സർവ്വശിക്ഷാ അഭിയാൻ ഫണ്ട് കിട്ടാനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഫണ്ട് കിട്ടാനായിരുന്നു എങ്കിൽ 2024 മുതലുള്ള രേഖകൾ കേന്ദ്രത്തിലേക്ക് അയച്ച കത്തുകൾ നമ്മൾ ഇതിനകം വായിച്ചു കഴിഞ്ഞാണ്. ഞങ്ങളിത് ഏറ്റവും ഒടുവിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്, അന്ന് റാണി ജോർജ് അയച്ച കത്ത്, ഈ PM ശ്രീ നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതിന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള കത്തും ഇതിനകം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കത്ത് അവിടെ നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അതായത് ഈ പറഞ്ഞ സർവ്വശിക്ഷ അഭിയാനുമായി കിട്ടേണ്ട ഫണ്ട് കിട്ടേണ്ട ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ PM ശ്രീയിലേക്ക് വരേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതുപോലും വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് ഈ ഫണ്ട് കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യമാണെങ്കിൽ PM ശ്രീയെ പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയെന്തിനാണ്? അപ്പോൾ അങ്ങനെ ഒരു ഡീൽ കൂടി കേന്ദ്രവുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടി ചെയ്താലേ ഫണ്ട് തരൂ എന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, PM ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ടായിരുന്നു. ഈ ഫണ്ട് തന്നെയാണ് ആത്യന്തികമായി ഈ വിഷയം തന്നെ, ഇത് തന്നെയാണ് ഈ സർക്കാരും നേരിടുന്നതേ. സർക്കാരിന് മുന്നോട്ട് പോകാൻ ഫണ്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അത് കഴിഞ്ഞ സർക്കാർ ചെയ്യുമ്പോൾ അത് നല്ല രൂപത്തിലുള്ളതും ഈ സർക്കാർ ചെയ്യുമ്പോൾ അത് മോശം രൂപത്തിലുള്ളതും പറയുമ്പോൾ അതായത് പിന്നാക്കം പോവുകയല്ല ക്യാപ്റ്റൻ അബിയൻസ് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ക്യാപ്റ്റൻ അബിയൻസ് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത് നിങ്ങളൊക്കെ പറയാനുള്ള സമയത്ത് പറഞ്ഞോളൂ. ക്യാപ്റ്റൻ അബിയൻസ് എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യുക എന്നുള്ള വാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഉപസമിതിയെ നിയോഗിച്ചു, ആ ഉപസമിതി ചേർന്നുകൊണ്ട് ഒരു മിനിറ്റ് സുനിലെ, ഞാൻ സുനിൽ പറയുമ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത കാര്യമാണ്. ഞാൻ പറയട്ടെ, അല്ല അത് എനിക്കറിയാമെന്നോ, ഞാൻ പറഞ്ഞോളാം. ഞാൻ പറയുന്നത് ഒരാൾ സംസാരിക്കുമ്പോൾ സംസാരിക്കല്ലേ സുനിൽ, എനിക്ക് പോയിന്റ് കിട്ടുന്നില്ല. ഇതിങ്ങനെ ശരിയല്ല. ഒരാൾ പോയിന്റ് മുന്നോട്ട് വെക്കാൻ നിൽക്കുമ്പോൾ അതിനിടയിൽ കൂടി പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ്? കണ്ടിന്യൂറ്റി നഷ്ടപ്പെടില്ലേ? ഞാൻ സുനിലിന്റെ ഇടപെട്ടില്ലല്ലോ. എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ സുനിൽ പറഞ്ഞോളൂ, ഞാൻ ഒന്നും മിണ്ടിയില്ലല്ലോ. ഇത് ശരിയല്ല കേട്ടോ. നിങ്ങൾക്കെല്ലാം ഒരു അഭിപ്രായമാണ്, എനിക്ക് മറ്റൊരു അഭിപ്രായമാണ്. എനിക്ക് എന്നെ പറയാൻ അപ്പോൾ ഈ ക്യാപ്റ്റൻ അബിയൻസ് എന്നുള്ള കത്ത് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിൽ മുന്നോട്ട് ഈ പറയുന്ന ഉപസമിതിയെ നിയോഗിച്ചിട്ട് ആ സമിതിയുടെ റിപ്പോർട്ട് വരെ എന്ന് തന്നെയാണ് അക്കത്തിൽ പറഞ്ഞിരുന്നത്. ആ സമിതിയും ചേർന്നിട്ടില്ല, ആ സമിതിയുടെ യോഗവും ചേർന്നിട്ടില്ല. അത് അങ്ങനെ എങ്ങുമല്ലാത്ത രൂപത്തിൽ അവിടെ വിട്ടുകയാണ് ചെയ്തത്. അതിന് തുടർച്ച ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ സർക്കാർ ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ ഉപസമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ പ്രായോഗിക വശമാണ് ഇതിൽ VD സതീശൻ പറഞ്ഞത്. പ്രായോഗികമായി കേന്ദ്രത്തിന് ഫണ്ട് ലഭിക്കേണ്ടതുണ്ട്. ഈ അധികാരത്തിൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ കേന്ദ്രവുമായി ഒരു യുദ്ധത്തിനില്ല എന്നുകൂടി ഇന്ന് അദ്ദേഹം സഭയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ പറയുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ RSSുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഒത്തുതീർപ്പുകൾ നടന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റികളിലെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ഈ പറയുന്ന ആരെപ്പറ്റിയാണ് ഗോൾവാർക്കറിനെ കുറിച്ചുള്ള പാഠം ഉണ്ടായത്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായില്ലേ? അത് അന്നത്തെ ഗവർണർ ചാൻസലറുടെ തീരുമാനമാണ്. ഇതിനെ എല്ലാ സമയത്തും പ്രതിരോധിക്കുക, സമരങ്ങൾ ഉണ്ടാക്കുക എന്നതിനപ്പുറം അതിൽ നിന്നും അവരെ പിന്നാക്കം കൊണ്ടുവരാൻ കഴിയുന്നില്ല. അത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഈ ഒരു യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും. അത് ആദ്യം അധികാരത്തിൽ വന്ന ഉടനെ ആ യുദ്ധത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അത്ര പോസിബിൾ അല്ല എന്നുള്ളതാണ്. PM ശ്രീയുമായി മുന്നോട്ട് പോകുമോ, PM ശ്രീ നിന്ന് പിൻവാങ്ങുമോ എന്ന മറുപടി അദ്ദേഹം നൽകിയിട്ടില്ല. അത് അദ്ദേഹം രാഷ്ട്രീയ ബുദ്ധി അവിടെ പ്രയോഗിച്ചു എന്നുള്ളതാണ്. രാഷ്ട്രീയ ബുദ്ധി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. PM ശ്രീയുമായി ബന്ധപ്പെട്ട് എൻ്റെ നിലപാട് PM ശ്രീ എന്നുള്ളത് ഇതിൻ്റെ പൈലറ്റ് പദ്ധതിയാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പൈലറ്റ് പദ്ധതിയാണ്. PM ശ്രീയിൽ ഒരു തരത്തിലും ഈ RSS വൽക്കരണമൊന്നുമില്ല എങ്കിലും അത് അതിന് തുടർച്ചയായത് വരും എന്നുള്ളതാണ്. അത് ഓൾറെഡി എഡ്യൂക്കേഷൻ പോളിസിയിലുണ്ട്. അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളെല്ലാം പഠിക്കുന്ന സിലബസിലുണ്ട്. ഇവിടെ സാധാരണ കുട്ടികൾക്ക് PM ശ്രീയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഈ പറയുന്ന മറ്റ് കാര്യങ്ങൾ, സ്കൂളുകൾക്ക് കിട്ടുന്ന ഒരുപാട് ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ, സ്കൂളിന്റെ പുരോഗമനവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഫണ്ട്, അതൊന്നും വേണ്ടെന്ന് വെക്കണോ എന്ന ചോദ്യം മറുവാദമായി ഉയരുന്നു. അതാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്തത് മദ്യനികുതിയാണ്. മദ്യനികുതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഒരു നികുതി നിശ്ചയിച്ച നികുതി ഇളവ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു. ആ വ്യാഖ്യാനം അങ്ങനെ കൊണ്ടുപോയി കോൺഗ്രസിലെ ചില നേതാക്കൾ പോലും അത് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. ആ നികുതി എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ആ നികുതി നിശ്ചയിക്കുന്ന ഈ ശരവേഗത്തിൽ ഫയൽ പോയത് ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ്, ബജറ്റ് പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് സമയമേ കിട്ടിയിട്ടുള്ളൂ. നികുതി കിട്ടാവുന്ന വഴികൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്ന നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു കാറ്റഗറിയിൽ നികുതി നിശ്ചയിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അതിന് നികുതി നിശ്ചയിക്കുക എന്ന രൂപത്തിലാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതിൽ ഒരു കാര്യവും, എല്ലാ കാര്യങ്ങളും ഡാറ്റ ഡ്രിവൻ ഗവേണൻസ് ആകും എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതായത് എല്ലാ കാര്യത്തിലും രേഖകൾ ഉണ്ടാകും, പൊതുജനങ്ങളുടെ സമക്ഷമാണ്, ഒരു തരത്തിലും ഇതിൽ ഒളിച്ചുകളികളില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ അങ്ങനെയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുറത്തു വന്ന രേഖ പോലും ഈ ശരവേഗത്തിലെ കാര്യങ്ങൾ പോയതുപോലും ഓപ്പൺ ഡോക്യുമെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഈ വാദം, ഇതിൽ അഴിമതിയുണ്ട് എന്ന ആരോപണം ആദ്യം ഉന്നയിച്ചതാരാണ്? ഡോക്ടർ തോമസ് ഐസക്കാണ്. അദ്ദേഹം ധനമന്ത്രിയാകുന്ന കാലത്ത്
അന്ന് ടി പി രാമകൃഷ്ണനാണ് അന്നത്തെ എക്സൈസ് മന്ത്രി. ഈ പറയുന്ന ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 78% വിൽപ്പന നികുതി വയ്ക്കുക എന്നുള്ളത്. ഇപ്പോൾ പറയുന്നത് എന്താണ്? എല്ലാ വീര്യം കൂടി മദ്യത്തിനെല്ലാം ഏകീകരിച്ച നികുതിയാണല്ലോ. ആണ് 215 അല്ലേ? 251 ഇപ്പോൾ ഏകീകരിച്ച നികുതി. അന്ന് നോക്കൂ, അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് വിൽപ്പന നികുതി എന്നുള്ളത് 215 ആയിരുന്നു. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 215 ആകുമ്പോൾ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 78% നിജപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ. അപ്പോൾ ഈ ഏകീകരിക്കൽ അവിടെ നടന്നിട്ടില്ല. 78 എവിടുന്നാ കൊണ്ടുവന്നേ? നോക്കൂ, ഒരു മിനിറ്റ് ഇപ്പോൾ ഞാൻ പറയട്ടെ. ഇപ്പോൾ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനും ഇന്ത്യൻ മെയ്ഡ് ഇന്ത്യൻ ലിക്കറിനും ഒരേ നികുതിയാണല്ലോ നിശ്ചയിച്ചിരിക്കുന്നത്. 251 നിശ്ചയിച്ചിരിക്കുന്നത് അല്ലേ? നിലവിൽ ഇപ്പോൾ 251 ആണല്ലോ രണ്ടിനും. അപ്പോൾ ഈ പറയുന്ന തോമസ് ഐസക്കിന്റെ കാലത്ത് രണ്ടിനും 2 നികുതി, അതായത് ഇന്ത്യൻ മെയ്ഡിന് 115ഉം ഈ ഫോറിൻ മെയ്ഡിന് 78. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. 78% എവിടുന്ന് വന്നു? നോക്കൂ, ഞാൻ ഈ രേഖ ആ രേഖയിൽ 78% എവിടെ വന്നു? 78% രേഖ എവിടെ വന്നത്? 78% നികുതി എവിടെ നിന്ന് വന്നു ഞാൻ ചോദിക്കുന്നത്. എവിടെ വന്നു മനസ്സിലായില്ല. ഇന്ത്യയിൽ ഈ സാധനം വിൽക്കുന്നുണ്ടായിരുന്നോ? നോക്കൂ, വെറുതെ പറയുന്നല്ലോ. പറയുന്ന ന്യായം എനിക്ക് മനസ്സിലായി. CPM കേട്ടു. അതായത് ഈ പറയുന്ന അവിടെ നിന്ന് വരുമ്പോൾ ഒരു നികുതി ഉണ്ടല്ലോ. ഇവിടെ എന്താണ് നിലവിൽ 150% ഇറക്കുമതി തീരുവയുണ്ടല്ലോ. ആരെ ഇറക്കുമതി ചെയ്യുന്നേ? സർക്കാർ ഇറക്കുമതി ചെയ്യുന്നു. സർക്കാർ നിയമക്കിട്ട് സർക്കാരിനെ ടാക്സോട് കൂടി വിൽക്കുന്നു. അല്ലാതെ വേറെ ആരെങ്കിലും ആണോ? ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയാണോ? 150 അല്ല പറയട്ടെ, അല്ലല്ല, അങ്ങയുടെ സമയത്ത് അങ്ങ് പറഞ്ഞോളൂ. സെയിൽസ് ടാക്സ് എന്ന് പറയുന്നത് ഈ ജനങ്ങൾ വാങ്ങുമ്പോഴുള്ള നികുതിയാണല്ലോ, ഞങ്ങൾ കൊടുക്കേണ്ട നികുതിയാണല്ലോ. ആ നികുതി ഏകീകരിച്ചതായിരുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. വിദേശ മദ്യത്തിന് കൂടുതൽ നികുതി കൊടുക്കേണ്ടടുത്ത് 78 കുറയ്ക്കുന്നു. അത് അഴിമതി സംശയിക്കാമല്ലോ. അത് ആര്? സർക്കാരോ? പിന്നെ ആരാണ് ചെയ്തത്? പ്രൈവറ്റ് കമ്പനിയാ? അത് പ്രൈവറ്റ് കമ്പനിയാ? അങ്ങ് എന്താണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശരിയല്ലോ. സ്മൃതിയോടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. സർക്കാർ പിന്നെ പ്രൈവറ്റ് കമ്പനി ഇവിടെ വിദേശ മദ്യം ഇറക്കുമതി ചെയ്യുന്നുണ്ടോ? സർക്കാരാണ് വിദേശ മദ്യം ഇറക്കുമതി ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? ഞാൻ പ്രൈവറ്റ് കാര്യമാണോ പറഞ്ഞത്? എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, സർക്കാരാണ് നികുതി നിശ്ചയിക്കുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്നത് കമ്പനി. നോക്കൂ, ജനങ്ങൾക്ക് കൊടുക്കുമ്പോഴുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ജനങ്ങൾക്ക് കൊടുക്കുന്നതല്ല. നിയമസഭയിൽ പറഞ്ഞു. ഞാൻ ഈ രേഖയാണ് പറഞ്ഞത്. സെയിൽസ് ടാക്സ് ഇത്രയും 78 കുറയ്ക്കുന്നു. ഇപ്പോൾ ഇതേ കാര്യങ്ങൾ ഏറ്റവും വീര്യം കുറഞ്ഞത് എന്ന് പറയുമ്പോൾ വൈനേക്കാൾ കുറവ് ആൽക്കഹോൾ കണ്ടന്റ് അനുസരിച്ചാണ് ഇവിടെ സെയിൽസ് ടാക്സ് നിശ്ചയിക്കുന്നത് കേട്ടോ. നിങ്ങൾ എന്ത് പറഞ്ഞാലും എത്രയാണ് ആൽക്കഹോൾ കണ്ടന്റ് എന്നനുസരിച്ചാണ് സെയിൽസ് ടാക്സ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഓരോ വിഭാഗമായി നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിലേക്ക് കണ്ടന്റ് കുറവുള്ള 0.5 മുതൽ 10 ഈ 20% വരെയുള്ളതിന് അതിലും കുറവ് 100-ൽ കൂടുതലുമാണ്. അത് കുറവല്ല. അങ്ങ് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ഞാൻ എന്റെ പോയിന്റാണ് പറഞ്ഞത്. ഇപ്പൊ നിശ്ചയിക്കുന്ന കാറ്റഗറി. ഒരു മിനിറ്റ്. ആദ്യം അതല്ലായിരുന്നു ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ടി പി രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോൾ 2 തരം നികുതി ഉണ്ടായതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അന്ന് നിങ്ങൾക്ക് അതേ വാദം നിങ്ങൾക്കെതിരെ ഉന്നയിക്കാമായിരുന്നു. ഇത് നിങ്ങൾ നിശ്ചയിച്ച കാറ്റഗറിയിൽ ഒരു നികുതി നിശ്ചയിക്കുമ്പോഴേക്കും അഴിമതി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇനി ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഖനനം ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു. മൈനിങ് ഇപ്പോൾ ഈ തരത്തിൽ സ്വകാര്യവൽക്കരിക്കുന്ന ഒരു തീരുമാനമാണ്. സ്വകാര്യവൽക്കരിക്കാൻ അങ്ങനെ സംസ്ഥാന സർക്കാരിന് മാത്രം കഴിയില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ സ്വകാര്യ നിക്ഷേപം അവിടെ ആകർഷിക്കുന്നുണ്ട്. സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇടത് സർക്കാരിന്റെ കാലത്തും സ്വകാര്യ നിക്ഷേപത്തിൽ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള രേഖയുണ്ട്. കഴിഞ്ഞ ബജറ്റിൽ ഞാൻ അതുകൂടെ അയച്ചേക്കാം. Kerala's industrial sector is moving forward with new vigor. In the previous year alone, around 140,000 enterprises started functioning in the state as part of Samrambhaka Varsha scheme. It was able to provide employment to more than 3 lakh people. അപ്പോൾ ഈ സംരംഭക വർഷ സ്കീം പറഞ്ഞിട്ടാണ് അതിന്റെ അവസാനം പറയുന്നത്. An amount of 1,729.13 crore is earmarked for industry and mineral sector.
അപ്പോൾ മിനറൽ സെക്ടറിലേക്ക് സ്വകാര്യ നിക്ഷേപം അത് ഇടത് സർക്കാരിന്റെ കാലത്തും ആ സ്വകാര്യ നിക്ഷേപം ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. സ്വകാര്യവൽക്കരിക്കുന്നു എന്ന വാക്ക് എവിടെയുമില്ല. സ്വകാര്യ നിക്ഷേപം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുമായി യോജിച്ചു പോകുമെന്ന് പറയുമ്പോൾ അതിൽ കള്ളത്തരമൊന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് അല്ലെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പറഞ്ഞത് അല്ലെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് മെറ്റീരിയൽ വോള്യം വാല്യൂ എഡിഷൻ ആണ് നടക്കുക. മൈനിങ് ഇല്ല എന്ന് പറയുന്നു, മൈനിങ് ഇല്ല എന്ന് കൃത്യമായി പറയുന്നു. മൈനിങ് നടത്തുന്നതിനെയാണ് രാഹുൽ ഗാന്ധി എതിർത്തിരുന്നത്. മൈനിങ് കൂടിയാണ് ഈ പറയുന്ന കേന്ദ്രം പറഞ്ഞിട്ടില്ല. അതിനോട് ഏതൊക്കെ കാര്യങ്ങളിൽ യോജിക്കുന്നു എന്നുള്ളത് ഇനിയും അറിയാനുള്ളതാണ്. ഈ പറയുന്ന സമരം അവിടെ നിൽക്കുന്നു. ഇവിടെ വലിയ രീതിയിലുള്ള ധാതു ഖനനം, ധാതു സമ്പത്ത് നമുക്കുണ്ടാകുമ്പോൾ അതുണ്ടാക്കാവുന്ന സാമ്പത്തിക ലാഭം കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുമ്പോൾ വെറുതെ വിദണ്ഡവാദം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ള കൃത്യമായ ഒരു പേഴ്സ്പെക്റ്റീവ് വേണമെന്നുള്ളതാണ്. ഒരു ദീർഘദൃഷ്ടി വേണം. അതിൽ പിഴവുകൾ ഉണ്ടാവുക അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യണം. ഉറപ്പായിട്ടും ചോദ്യം ചെയ്യണമെന്നില്ല. പക്ഷേ നിലവിലിപ്പോൾ സ്വകാര്യ നിക്ഷേപം എന്ന് പറയുമ്പോഴേക്കും തോറിയം ഡെപ്പോസിറ്റ്, അത്രയധികം തോറിയം ഡെപ്പോസിറ്റ് രാജ്യത്തിൽ തന്നെ ഇപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും അധികമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അപ്പോൾ അത് എത്രത്തോളം രാജ്യത്തിനും യഥാർത്ഥത്തിൽ കേരളത്തിനും സാമ്പത്തികമായി ഗുണമുണ്ടാക്കും, അതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് എത്രമായി സാമ്പത്തിക വളർച്ച ഉണ്ടാകും എന്നുള്ള കാര്യം അതാണ്. ഓരോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 1 ലക്ഷം കോടി രൂപയുടെ സ്വത്ത് ഓരോ മനുഷ്യനെയും അതുപോലെയാണല്ലോ. മണ്ടത്തരമാണ് അങ്ങ് പറയുന്നത്. അല്ലല്ല, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ചേർക്കേണ്ടതല്ല. ഇവിടെ ഈ തോറിയം ഈ സമ്പുഷ്ടീകരണം ഒക്കെ നടക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഡെപ്പോസിറ്റ് ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചൈനയ്ക്ക് മുകളിലേക്ക് വരാൻ ഇന്ത്യ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട വരുമാന മാർഗം കൂടിയാണ്. സാമ്പത്തികമായി മുന്നോട്ട് പോകാനുള്ള കാര്യമാണ്. അത് പരിസ്ഥിതിയുമായി യോജിച്ചു പോകുന്ന രൂപത്തിലാകേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതെങ്ങനെ കൊണ്ടുപോകാമെന്നാണ് ആലോചിക്കേണ്ടത്. അല്ല സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി കൊടുക്കുന്നു എന്നുള്ള തീരുമാനം ഇവിടെ ഉണ്ടായിട്ടില്ല. കൃത്യമായ മറുപടികൾ ഇവിടെ പ്രതിപക്ഷത്തിന് നൽകുന്നു, പ്രതിപക്ഷം തിരിച്ച് മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. തിരിച്ച് വേറൊരു കാര്യം കൂടി, ഇപ്പോൾ കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ ഇത് വിശദീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അദ്ദേഹം പ്രതിരോധത്തിലാകേണ്ടി വരുമോ എന്നൊരു ചോദ്യം കൂടി എനിക്കുണ്ട്. ഇനി VM സുധീരൻ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങേക്ക് VD സതീശൻ എന്ന നേതാവുമായി നല്ല ആത്മബന്ധമുണ്ട്. അങ്ങ് തന്നെയാണ് VD സതീശൻ എന്ന പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിശ്ചയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളായി മാറുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന അങ്ങയുടെ ആദർശ ധീരതയുമായി മുന്നോട്ട് പോകാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നേരിട്ട് അങ്ങേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നേരെ ഒരു മുഖ്യമന്ത്രിയെ, സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വലിയ സംവിധാനത്തെ അധികാരമേറിയ ആദ്യ മാസം തന്നെ പ്രതിരോധത്തിലാക്കുന്നതോടെ അങ്ങ് മുമ്പ് ചെയ്ത പ്രവൃത്തികളും ചോദ്യം ചെയ്യപ്പെടും. നേരത്തെ VD സതീശൻ, നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കാലത്തും അങ്ങ് എടുത്ത നിലപാടുകൾ അത് അങ്ങ് പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിച്ചതെന്നുള്ള വിമർശനം അങ്ങയ്ക്ക് നേരെയുണ്ട്. ഇത് നേരിട്ട് സംസാരിച്ച് അങ്ങയ്ക്ക് വ്യക്തത വരുത്താവുന്നതാണ്. ഇന്നുമ്പോൾ ബജറ്റ് മറുപടിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിലും വ്യക്തതയില്ലെങ്കിൽ അങ്ങ് നേരിട്ട് ആ വ്യക്തത തേടണമെന്നൊരു അഭ്യർത്ഥന കൂടി എനിക്ക് ചോദ്യം. ശ്രീയാൻഡോ, ഈ വാക്കുകൊണ്ട് കസർത്ത് നടത്തിയാൽ കാര്യം മനസ്സിലാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് യഥാർത്ഥത്തിൽ ചോദ്യം? ഈ ടാക്സ് കുറച്ച് കൊടുത്തതുകൊണ്ട് ബെക്കാഡി കമ്പനിക്ക് ഗുണമുണ്ടായി എന്ന് പറയുന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതിനെക്കുറിച്ചൊരു ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ഗൗതം മാസ്റ്റർ കഥയിലേക്ക് പോകും. ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് വിദേശ മദ്യത്തിലേക്ക് വരും. ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് 2018 പോകും. അതൊന്നും അല്ലാന്ന് ചോദ്യം എന്താ? നിങ്ങൾ ബെക്കാഡി കമ്പനിക്ക് എന്തിനാണ് ടാക്സ് കുറച്ച് കൊടുത്തതെന്നാണ് പറയേണ്ടത്. അതിന് മറുപടി ഉണ്ടോ? അതിന് മറുപടിയില്ല. എന്നിട്ട് പറയാണ് ഞങ്ങൾ UDF ചർച്ച ചെയ്ത് മദ്യനയം തീരുമാനിക്കുന്നത്. മദ്യനയം തീരുമാനിച്ച് കഴിഞ്ഞു എന്ന് അദ്ദേഹം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് നടപ്പിലാക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ UDF ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പറയാം. അതല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഞങ്ങളിത് തീരുമാനിച്ചതിന് ശേഷം അത് കേരളത്തിലെ പ്രതിപക്ഷത്തോടും കേരളത്തിലെ ജനങ്ങളോടും നല്ല പറയും. UDF നേതാക്കന്മാരോടാണ് പറയുന്നത് കേട്ടോ. ഇത് നിങ്ങളോടൊന്നും ആലോചിക്കാൻ പോകുന്നില്ല. നിങ്ങളോടൊന്ന് KPCC ആസ്ഥാനത്തേക്കൊന്നും ഞാൻ ചോദിക്കാൻ വരുന്നില്ല. നമുക്ക് എന്തിനും ആവശ്യം വന്ന് ചോദിക്കേണ്ടി വന്ന് ഞങ്ങൾ അങ്ങോട്ട് പറയും. അതിന് ചോദിച്ചൊരു മറുപടി മേടിക്കും എന്നാ പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കാൻ വരണ്ട എന്നുള്ള ലാംഗ്വേജിലാണ് ഇന്നത്തെ സംസാരം. അത് മേശയ്ക്കടിച്ചിട്ട് പറയുകയാണ്. ആരോട്? ഞാൻ നോക്കുമ്പോൾ പ്രതിപക്ഷത്തിലേക്കല്ല നോക്കുന്നത്, ഭരണപക്ഷത്തിലേക്ക് അതിനെ നോക്കിയാൽ പറയുന്നത്. നിങ്ങളൊന്നും നമ്മളെ പഠിപ്പിക്കാനായിട്ടില്ല എന്നുള്ളത് KC വേണുഗോപാലിനും കൂടെയുള്ള മറുപടി ആ കൂടെ ഉണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്താണ്? കേരളത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കമ്പനി ചോദിച്ച ടാക്സ് കുറച്ച് കൊടുക്കാതെ ഒരു ഫയൽ അവിടെ കിടക്കുന്നു. സുനിൽ നേരത്തെ പറഞ്ഞ പോലെ പാവം തോന്നി ആ ഫയൽ എടുക്കുന്നു. നേരെ 251 ഉള്ളത് 175 120 കുറച്ച് കൊടുക്കുന്നു. ഒരു ലാഭമില്ല കേട്ടോ അതിനകത്ത്, ഒരു ലാഭമില്ല. ആ ലാഭം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അപരാധമായി മാറും. ഇങ്ങനെയാണ് ഞാൻ മനുഷ്യന് നുണ പറയാൻ പറ്റുന്നത്. മുഖത്ത് നോക്കി പറയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ, മുഖ്യമന്ത്രി പറയുന്ന വാക്കുകളിൽ വിലയുള്ളതുകൊണ്ടാണല്ലോ ഈ പ്രതിപക്ഷവും കേരളത്തിലെ ജനങ്ങളും അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് വെച്ച് മാറ്റി പറയാണ്. ഞാൻ എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ
പറഞ്ഞു എന്നുള്ള കാര്യം ജനങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, കേരളത്തിലെ മാധ്യമങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അവിടെ കയറി നമുക്ക് തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ, നിയമസഭയല്ലേ, അതിന് പ്രത്യേക പ്രിവിലേജാണ്. അവിടെ ഒന്നും ആർക്കും പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ എവിടെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ പ്രതിപക്ഷം എണീക്കുന്ന സമയത്ത് പറയുകയാണ് ഞാൻ വഴങ്ങുന്നില്ല, ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാമാന്യമായിട്ടൊരു സത്യസന്ധത പറയുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതെങ്കിലും പറയണ്ടേ. കേരളത്തിൽ എന്താണ് പറയുന്നത്, 2018 തോമസ് ഐസക്കിൻ്റെ കാലത്ത് 78% ടാക്സ് കുറച്ച് കൊടുത്തില്ലേ? നിങ്ങൾ ശിവാശ്രീകളിനോട് കൈക്കൂലി മേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. കേരളത്തിലെ 2018 78% കുറച്ച് കൊടുത്താൽ അതിന് ഗുണം ആർക്കാ? കേരള സർക്കാരിനാണ്. ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിക്കാ? ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയാണ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. 150% കേന്ദ്ര സർക്കാരിലേക്ക് ടാക്സ് അടിച്ചിട്ട് ഈ പറയുന്ന അത് 78% വിദേശ വൈന് വേണ്ടിയിട്ടാട്ടോ. വിദേശ ലിക്കർ 120% അല്ലേ, 120%. അപ്പോൾ അത് എത്രയാ? ഈ പറയുന്ന 150, 120 കൂടെ കൂട്ടി ഇത് മറ്റേ സാധാരണ കേരളത്തിലുള്ള ലിക്കറിനേക്കാൾ വില കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, അദ്ദേഹം തന്നെ നിയമസഭ പറയാണ് 40 തുടങ്ങി 60% വരെയാണ് ആൽക്കഹോളിൻ്റെ കണ്ടന്റ് വരുന്നതെന്ന്. ഇവിടെ കേരളത്തിൽ മാക്സിമം വിൽക്കുന്ന കണ്ടന്റ് എത്രയാ? 42.82. അങ്ങനെ ഒരു മദ്യം വിൽക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും പൊള്ളി ആലോചിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് വാക്കുകൾ കൊണ്ട് സംസാരിച്ച് സംവിധാനങ്ങളെ മുഴുവൻ ഇരുത്തി കളഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ്. സത്യസന്ധമായ ഒരു കാര്യമല്ല പറയുന്നത്. പിന്നെ അടുത്ത കാര്യം പറയുന്നതാണ്, ഈ പറയുന്ന ധനമന്ത്രിയോട് ചോദിക്കുകയാണ്. ധനമന്ത്രിക്ക് മറുപടി പറയാൻ സമയം കൊടുക്കില്ല കേട്ടോ. ധനമന്ത്രി ചോദിക്കുകയാണ്, ധനമന്ത്രിക്ക് അറിയാലോ ഏത് നമ്മൾ തലേ ദിവസമല്ലേ ടാക്സ് കാര്യങ്ങൾ എടുക്കുക എന്ന്. തലേ ദിവസം ഏത് മുൻ ധനമന്ത്രിയോട് ചോദിക്കുകയാണ്, തലേ ദിവസമല്ലേ ടാക്സ് നമ്മൾ നിശ്ചയിക്കുക എന്നുള്ളത്. തലേ ദിവസമാണോ ടാക്സ് നിശ്ചയിക്കുന്നത്? അതിന് വേണ്ടിയിട്ടാണോ ഈ ബെക്കാഡിൻ്റെ ഫയൽ റോക്കറ്റ് പോയി പോലെ പോയി ഫയൽ ഇവരെ സംവിധാനത്തിന് മുന്നിൽ എത്തിയത്? അതിന് വേണ്ടിയിട്ടാണോ? അപ്പോൾ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നോക്കിക്കേ. അത് മാത്രമല്ല, ഈ പറയുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ PM ശ്രീയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾ പറഞ്ഞോ? നിങ്ങൾ തന്നെയാണെന്നേ പറഞ്ഞത്. കേരളത്തിൽ നിങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അധികാരത്തിൽ വന്നത്. അതാണ് ചോദ്യം. ഞങ്ങൾ പോകുന്നില്ല എന്നും ഞങ്ങൾ ഈ സാധനം എടുത്ത് അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൽ വന്നത്. അതാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ല എന്ന് പറയാം, ഉണ്ടെന്നുണ്ടെങ്കിൽ പറ. അതല്ലേ പറയേണ്ടത്. നിങ്ങൾ LDF സർക്കാരിൻ്റെ കാലത്ത് അത് ചെയ്തില്ലേ? LDF സർക്കാർ ഇത് ചെയ്തില്ലേ? LDF സർക്കാർ എന്തെങ്കിലും മാറ്റി പറഞ്ഞോ? LDF സർക്കാർ എന്തെങ്കിലും മാറ്റി പറഞ്ഞോ? SSKൻ്റെ ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒപ്പിട്ടതെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മുന്നണിയിൽ തീരുമാനം എടുത്ത് അത് മരവിച്ചു എന്നല്ല പറഞ്ഞത്. അത് തന്നെയാണ് VD സതീശന് പറയുന്നത് എന്ന് പറയുകയാണ്. എന്നിട്ട് മരവിപ്പിക്കാൻ വേണ്ടിയാണ് ഒപ്പിട്ടതുകൊണ്ടാണല്ലോ മരവിപ്പിച്ചത്. മരവിപ്പിച്ച് കഴിഞ്ഞല്ലോ. ഇനി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ചോദ്യം, അതിനെന്താ മറുപടി ഇല്ലാത്ത? അതിന് മറുപടിയില്ല, അതിന് മറുപടി പറയുന്നില്ല. അപ്പോൾ ഏതിനാ മറുപടി പറഞ്ഞിട്ടുള്ളത്? അടുത്ത കാര്യം, ഈ പറഞ്ഞ ഖനനത്തുമായി ബന്ധപ്പെട്ട കാര്യം, ഖനനത്തിന്റെ കാര്യം പറഞ്ഞു തരാ. ഒരു മിനിറ്റ്, ഖനനത്തിന്റെ കാര്യം പറഞ്ഞു തരാം. അടുത്ത വിഷയം എന്താ? ഈ ഖനനത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ കാര്യം എന്താ? ഖനനത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ കാര്യത്തിനകത്ത് പറയുന്നത് എന്താ? നമ്മളല്ല പറയാന്ന്. അല്ല, അതിലേക്ക് പിന്നെ സമയം തരാം, പിന്നെ വരില്ല, വന്നോളൂ. പിന്നെന്താണ് ഖനനത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് പറയുന്നത്? എന്താണ് പറയുന്ന കാര്യം? നമ്മളല്ലാന്ന് രാഹുൽ ഗാന്ധിയാണ് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് ഇവിടുത്തെ തീരം മുഴുവൻ കുഴിച്ചിട്ട് കൊണ്ടത് 13 ലക്ഷം മത്സ്യത്തൊഴിലാളിക്ക് കൊല്ലത്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 1 ലൈൻ ബഡ്ജറ്റ് എഴുതി വെച്ചേക്കാണ്. 1 ലൈൻ ബഡ്ജറ്റ്. അത് ആ ബഡ്ജറ്റ് വായിക്കുമ്പോൾ തന്നെ അറിയാം എന്താണെന്നറിയാം. 1 ലൈൻ ഏതെങ്കിലും കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യം, ഈ ഖനനത്തിൻ്റെ കാര്യത്തിൻ്റെ അകത്തും ഈ പറഞ്ഞ മദ്യനയത്തിൻ്റെ കാര്യത്തിൻ്റെ അകത്തും ഈ പറഞ്ഞ സ്വകാര്യവൽക്കരണ കാര്യത്തിൻ്റെ അകത്തും എല്ലാം 1 ലൈൻ എഴുതി വെച്ചേക്കാണ്. ചോദിക്കുന്നതിനനുസരിച്ച് കൂട്ടാലോ, പിന്നെ അതിന് നരേഷൻ കൊടുത്താൽ മതിയല്ലോ. ആ രീതിയിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഖനനത്തെക്കുറിച്ച് സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് ഞാനതവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. പക്ഷേ എന്താ 1 ലൈൻ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല എന്നാണ് വിചാരിക്കുന്നത്. സാധാരണ ബഡ്ജറ്റ് എഴുതുന്ന സമയത്ത് നിങ്ങളൊരു ടാക്സ് ഘടനയിൽ മാറ്റം വരുത്തിയാൽ അതിൻ്റെ അവസാനം നിങ്ങൾക്ക് ആ ടാക്സ് ഘടനയിൽ മാറ്റം വരുത്തിയിൽ എത്ര ലാഭം ഉണ്ടാവുന്നു, ഈ ടാക്സിൽ മാറ്റം വരുത്തിയുകൊണ്ട് എത്ര നഷ്ടമുണ്ടാവും എന്നുള്ള കാര്യമൊക്കെ ബഡ്ജറ്റിൻ്റെ അവസാനം എഴുതും. ആ ബഡ്ജറ്റിൻ്റെ അവസാനം ഉണ്ടാവും അത്. പക്ഷേ ഈ ബഡ്ജറ്റിൽ മാത്രം അതില്ല എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി ഇല്ല എന്നുള്ളതാണ്. ഒരു ബഡ്ജറ്റ് പ്രഖ്യാപിച്ചാൽ ആ ബഡ്ജറ്റിൻ്റെ അവസാനം ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് എന്താ? ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇത്ര രൂപ സർക്കാരിന് ലാഭം ഉണ്ടാവും, ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇത് സർക്കാരിൻ്റെ പോളിസി ആയതുകൊണ്ടും ഗവൺമെൻറ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടായതുകൊണ്ടും രാഷ്ട്രീയ നയമായതുകൊണ്ടും ഈ പദ്ധതി നടപ്പിലാക്കാത്തതുകൊണ്ട് ഇത്ര നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യം ഈ ബഡ്ജറ്റിൻ്റെ അവസാനം എഴുതിയൊരു പോളിസി ഉണ്ടാക്കും. ഈ ബഡ്ജറ്റിൽ നിങ്ങൾ അങ്ങനെ പോളിസി കാണുന്നുണ്ടോ? ഒരു ടാക്സ് കാൽക്കുലേഷൻ കാണുന്നുണ്ടോ? എന്നിട്ട് ആ ടാക്സ് ബില്ല് വേറെ അടുത്ത ദിവസത്തേക്ക് ടാക്സ് ബില്ല് അവർ സമർപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട്. അപ്പം ഒന്ന് നോക്കിക്കേ, എങ്ങനെയാണ് ഒരു സംവിധാനത്തെ ദിശ തിരിച്ചു വിടുകയും അതിൽ കൂടെ വക്രീകരിച്ച് അതിൽ കൂടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള PhD എടുത്തിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് അതിന് നമ്മൾ ചോദ്യം ചോദിച്ചാൽ പറയുന്നത് എന്താ അറിയോ? നിങ്ങൾ 2015-ലും 18-ലും 21-ലും 23-ലും ഒന്നും നടപ്പിലാക്കാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ 102 സീറ്റ് അധികാരത്തിലിരിക്കുന്നത്. കേരളത്തിൽ അത് ജനങ്ങൾ വിചാരിച്ചിട്ടല്ലേ ആ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കേരളത്തിലെ
പിന്നെ നിങ്ങൾ പറയുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കേരള പ്രതിപക്ഷത്തിന് മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാവാത്തുള്ളൂ, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ KC വേണുഗോപാലിന് മനസ്സിലായില്ലേ? അങ്ങനെയാണ് VS സുധീരന് മനസ്സിലായില്ലേ? അതാണ് ഈ TM പ്രതാപന് മനസ്സിലായില്ലേ? ഇവർക്കൊന്നും മനസ്സിലായില്ല. TM പ്രതാപൻ എഴുതിയ കത്തിൽ എന്താ പറയുന്നത്? നമ്മൾ ഹരിത MLA-മാരായിരുന്ന കാലത്ത് എങ്ങനെയാണ് ചെയ്തത് ഓർമ്മ വേണം എന്നാ പറഞ്ഞു. അങ്ങനെയല്ല കത്ത് എഴുതിയത്. അതെന്താ TM പ്രതാപന് മനസ്സിലാവാത്തോണ്ടാ? സർക്കാരിന് പോളിസി ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനും UDF-നും പോളിസി ഉണ്ട്. ആ പോളിസിയാണ് കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കേണ്ടത് പറഞ്ഞതാരാ? KC വേണുഗോപാലാണ്. നയമില്ലാത്തതുകൊണ്ടാണ്. അല്ല നിങ്ങളെല്ലാ സംവിധാനം നടത്തിയില്ലാക്കിയോ, എനിക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ PCC പ്രസിഡന്റിനോട് വിളിച്ച് ചോദിച്ചോളാം എന്ന് പറയുന്നതിലാണോ നയം UDF-ൻ്റെ നയമായിരിക്കുന്നത്? പിന്നെ അടുത്ത രസം എന്താണെന്നറിയോ? മദ്യനയം UDF-ലേക്ക് വിട്ടിരിക്കുന്നു. മദ്യനയം UDF-ലേക്ക് വിട്ടിരിക്കുന്നു പറയുന്നത്. കോൺഗ്രസ് നയം തീരുമാനിച്ച് അത് UDF-വുമായി ചർച്ച ചെയ്തിട്ടാണ് സാധാരണ നയം വരിക. പക്ഷേ ഇതെന്ത് സംഭവിച്ചു? ഒരു നയം പ്രഖ്യാപിച്ചിട്ട് അത് നടപ്പിലാക്കണമെന്ന് അറിയാൻ വേണ്ടി UDF-ലേക്ക് വിട്ടിരിക്കുകയാണ്. എന്താണ്? കോൺഗ്രസ് ഞാനുണ്ട് ഇവിടെ, നിങ്ങൾ ആരും അതിനകത്ത് ഇടപെടാൻ നിൽക്കണ്ട, UDF-ൻ്റെ ബാക്കി ആർക്കെങ്കിലും എന്തിന് പറയാനുണ്ടെങ്കിൽ പറയാം എന്നുള്ള നിലയ്ക്കാണ് ആ സംവിധാനം UDF-ൽ വിടുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കും ബോധമില്ലാത്തതുകൊണ്ടാണല്ലോ. അവരാൾക്കും ബോധമില്ല, വിവരമില്ല, രാഷ്ട്രീയ നിലപാടുകളുമില്ല. ഇത്രയും നാൾ രാഷ്ട്രീയ നിലപാടില്ലാതെയാണ് ഇവരെല്ലാം ഈ പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗമായി വന്നത് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. ഈ VD സതീശൻ മാത്രം ഉള്ളതുകൊണ്ടോ കേരളത്തിൽ 102 സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നത് എങ്ങനെയാണ്? കേരളത്തിലെ രാഷ്ട്രീയ നിലപാടെടുത്ത് മുന്നോട്ട് വന്നിട്ടാണ് അല്ലേ? അതിനകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിനകത്ത് ഘടകകക്ഷി മാത്രമാണുള്ളത്. ഘടകകക്ഷി നേതാവായിട്ടുള്ള സാദിഖലി തങ്ങൾക്ക് ലേഖനം എഴുതേണ്ടി വരുന്നു. ലേഖനം എഴുതുകയാണ് അദ്ദേഹം പത്രത്തിൽ അല്ലേ? എന്തിനാണ് ലേഖനം എഴുതുന്നത്? ഈ പറഞ്ഞ സംവിധാനത്തിൽ പറയാനുള്ള മടിയല്ലേ? അപ്പോൾ ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ വേറെ ആരോ ചെയ്യുന്ന കുറ്റമാണ്. ഇത് വേറെ ആരോ വലിയ അപരാധം എന്തോ ചെയ്തിരിക്കുന്നു. ഒരു മാസം മുന്നേ സർക്കാരിലേക്ക് വന്ന സർക്കാർ എന്തോ പിന്നെ വലിയ തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. അങ്ങനെയല്ലാതെ കേരളത്തിൽ 15,000 കോടി ടാക്സ് പിരിക്കുന്ന ഒരു സംവിധാനത്തെ, 15,000 കോടി മദ്യവരുമാനത്തിൽ നിന്ന് കിട്ടുന്ന മദ്യവരുമാനത്തെ നേരെ പകുതിയായി കുറച്ച് ആ കമ്പനിക്ക് ലാഭമുണ്ടാക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണത്തിന് മറുപടി ഉണ്ടോ? ആ ആരോപണത്തിന് എന്തെങ്കിലും മറുപടി ഇത് പറഞ്ഞോ? ഇതൊന്നും പറയുന്നില്ലല്ലോ. അപ്പം നമ്മൾ പറയുന്നത് പോലെ എന്താണ്, കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ രാഷ്ട്രീയക്കാർ പറഞ്ഞതുപോലെ അവർക്കുള്ള സംശയം ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ബജറ്റ് പ്രസംഗത്തിൽ പിന്നെ ദൂരീകരിക്കാൻ കഴിഞ്ഞോ? ഒന്നും ദൂരീകരിക്കാൻ കഴിഞ്ഞുള്ളത് മാത്രമല്ല, കൂടുതൽ സങ്കീർണമാക്കി വെച്ചു എന്നുള്ളതാണ്. പിന്നെ മാധു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് പിന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഈ പിന്നെ നമ്മുടെ ഈ പുതിയൊരു ആക്ടിൽ പറയുന്നുണ്ട്, കളവ് മുതൽ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കള്ളനല്ലാതായി തീരുവോ? കളവ് മുതൽ തിരിച്ചു കൊടുത്താൽ, ഞാൻ പിടിക്കപ്പെടുമ്പോൾ കളവ് മുതൽ തിരിച്ചു കൊടുത്താൽ കള്ളനല്ലായി മാറുമോ? അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? നീ 84 പിന്നെ GP-മാരിലെ ഒരു GP-നെ തീരുമാനിച്ചു BJP RSS എന്താണെന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ ഒഴിവാക്കുകയാണ് അല്ലേ? ഇതാ പിന്നെ KPCC പ്രസിഡന്റ് അളിയനെ പിന്നെ സ്വജനപക്ഷപാതം നടത്തി സ്വന്തം വകുപ്പിൽ നിശ്ചയിക്കുന്നു. ആരോടും ഉന്നയിക്കുന്നു, ഞങ്ങൾ വേണ്ട, ഞങ്ങൾ വിഡ്രോ ചെയ്യുന്നു എന്ന് പറയുന്നു. ഇതാ ടാക്സ് പിന്നെ 251% ടാക്സ് 170-120 കുറച്ച് കൊടുക്കുന്നു. അതാ പിടിക്കപ്പെടുമ്പോൾ പറയും ഞങ്ങൾ പിന്നോട്ട് പോകുന്നു, ഞങ്ങൾ UDF-നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാണോ നയം? ഇതല്ല നയം. ഇതിനകത്ത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റെന്താണ് ചോദിക്കുമ്പോൾ അതിന് മറുപടി വേണം. ആ സംവിധാനത്തിന് മറുപടി ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾക്ക് വ്യക്തത വരുള്ളൂ. ആ സംവിധാനത്തിന് മറുപടി ഉണ്ടെങ്കിൽ മാത്രമല്ല ജനങ്ങൾക്ക് കാര്യം ബോധ്യമാവുള്ളൂ. ഇതിന് വല്ല മറുപടി ഉണ്ടോ? ഇതിനൊരു മറുപടി ഇല്ല എന്നുള്ളത് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് അറിയോ? ഇനി ഒരു ഏകപക്ഷീയ ഭരണം ഒന്നും കാണാട്ടോ. അതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ഇന്ന് നിയമസഭയിൽ കാണുന്നുണ്ട്. ഒരു ഏകപക്ഷീയമായ ഭരണം ഞാൻ തീരുമാനിക്കും, നിങ്ങൾ നടപ്പിലാക്കും. ലിജുവിനോട് തിരിഞ്ഞ് എന്ന് ചോദിക്കുകയാണ്. ലിജു ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ ലിജു എന്ത് പറയാനാണ്? ലിജു എന്ന് ഒന്നും പറയാനില്ല എന്ന്. ലിജുവിനോട് ആലോചിച്ചോ മദ്യനയത്തെ കുറിച്ചിട്ട്? ഇന്നും ലിജു പറഞ്ഞ എന്താണ്? ഇന്നാണ് ലിജു കറക്റ്റായ കാര്യം പറഞ്ഞത്. എന്താണ്? മദ്യം ഞാൻ UDF-നെ വിട്ടിട്ടുണ്ട്, ഞങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്കും അല്ലേ? ഇന്ന് പറഞ്ഞു ലിജു, മനസ്സിലായോ? മറ്റത് അറിഞ്ഞിട്ടില്ല ലിജു, അതിന് മുൻപ് അറിഞ്ഞിട്ടില്ല ലിജു. അതുകൊണ്ട് പുള്ളി എന്ന് പറഞ്ഞു, എന്നെ അറിയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. മറുപടി വ്യക്തമായെന്നാണ് ചോദ്യം. യെസ് എന്ന് 1, നോ എന്ന് 3. Meet the editors.